ഹലോ ഗൈസ്, നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിന് സോപ്പ് പൊടി നിർമ്മിച്ച് പൈസ ലാഭിക്കാം എന്നുള്ളതിന്റെ വീഡിയോ ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോപ്പ് പൊടി നിർമ്മിക്കുന്ന സമയത്ത് നല്ല ചുവട് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ബേസണിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാസ്ക് ധരിച്ചിട്ട് വേണം നമുക്ക് സോപ്പ് പൊടി നിർമ്മിക്കാനായിട്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് പൊടിയും ലിക്വിഡും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കെമിക്കലാണ്. അപ്പൊ കുഞ്ഞു കുട്ടികളെ അടുത്ത് നിർത്താതെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ഗ്ലൗസോ പ്ലാസ്റ്റിക്കിന്റെ കവറോ എന്തെങ്കിലും ചുറ്റി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോപ്പ് പൊടി എളുപ്പത്തിന് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതിന്റെ വീഡിയോ കാണാം. സോപ്പ് പൊടി നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. സ്ലറി, പിന്നെ സോഡ ആഷ്, ഇതാണ് സോഡ ആഷ് കേട്ടോ. ഇതാണ് സോഡ ആഷ്. ഉപ്പ്, ഇത് ഉപ്പാണ്. പിന്നെ ഇതിനകത്ത് യോജിപ്പിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. വാക്വം സോൾട്ട് ഉണ്ട്, സൾഫേറ്റ്, ട്രൈസോഡിയം, ഫോസ്ഫേറ്റ്, ടിനോപാൽ, പിന്നെ പെർഫ്യൂം. ഇത്രയാണ് നമുക്ക് സോപ്പ് പൊടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് സോപ്പ് പൊടി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു ബേസൺ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സോഡ ആഷാണ് കേട്ടോ. സോഡ ആഷ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊരു കനമുള്ള ഒരു കമ്പോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് സ്ലറി നമ്മൾ കുറേശ്ശെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. സോഡ ആഷിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ട കെട്ടാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇടവിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് ഒരു കാരണവശാലും കൈ കൊണ്ട് ചെയ്യരുത്. കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സോഡ ആഷിനകത്ത് നമ്മൾ സ്ലറി ചേർക്കുമ്പോഴത്തേനും ഇത് നല്ല ചൂടായി കിട്ടും കേട്ടോ. നല്ലതുപോലെ ചൂടായി വരും. അതുകൊണ്ട് കൈ കൊണ്ട് ചെയ്യരുത്. പിന്നെ നല്ലതുപോലെ ഇളക്കി ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം, ചൂടെല്ലാം ആറിയതിന് ശേഷം അതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് കയ്യിലൊരു ഗ്ലൗസോ ഒരു കവറോ കെട്ടിയിട്ട് ഇതേപോലെ കട്ട കെട്ടാതെ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് സോഡിയം സൾഫേറ്റ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമുക്ക് ഈ പൊടികൾ ഓരോന്നായിട്ട് വേണം ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അതിനുശേഷം ട്രൈസോഡിയം ഫോസ്ഫേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒരു ഗ്ലൗസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. അതിനകത്തോട്ട് സ്റ്റോൺ പൗഡർ ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ അങ്ങനെ ഓരോ പൊടികളായിട്ട് ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് മാസ്കോ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. മാസ്ക് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അവസാനമായിട്ട് നമ്മൾ പെർഫ്യൂമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെർഫ്യൂമും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേനും നമ്മളുടെ സോപ്പ് പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. 1 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് പൊടി വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗവും കൂടിയാണ്. വെറും 250 രൂപ നമ്മൾ മുതൽ മുടക്കിൽ തന്നെ നമുക്കിവിടെ 5 കിലോ സോപ്പ് പൊടി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നല്ല മണവും ഗുണവും കിട്ടുന്നതായിരിക്കും. നല്ലതുപോലെ അഴുക്ക് പോവുകയും ചെയ്യും. നല്ല മണവുമാണ്. ഇതുപോലെ സോപ്പ് പൊടി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിന് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.